ഇപ്പൊ ഏറ്റവും കൂടുതൽ ക്രിമിനലുകളും ഗുണ്ടകളുള്ളത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാ. മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത, അവര് മനുഷ്യരോ മൃഗത്തിനോടോ ഒന്നും ഉപമിക്കാൻ പറ്റാത്ത ആളുകളാണ്. പ്രാഥമിക ആവശ്യം പോലും നിറവേറ്റാൻ നിവൃത്തിയില്ല, കക്കൂസില്ല. പാടവരമ്പത്ത് കക്കൂസ് പോകുന്നതിന് അവരുടെ ചീത്തയും തെറിയും കേൾക്കുന്നു. അപ്പൊ പിന്നെ ആളുകൾ എന്താ ചെയ്യാ? ആളുകൾ അറസ്റ്റ് വരിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അതിനു പകരം പോലീസിന്റെ ഈ ഭീകരമായിട്ടുള്ള അടിയാണ് ഉണ്ടാവുന്നത്. അടിയും വെടിവെപ്പുമാണ് വരുന്നത്. അത് ആദിവാസികളായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്തരം ഒരു നിലപാട് വന്നത്. വേറെ ആര് സമരം നടത്തിയായിരുന്നെങ്കിലും ഇങ്ങനെയുള്ള ഒരു നിലപാടിലേക്ക് വരില്ല. നമ്മളെല്ലാം ആജീവനാന്തം സമരം ചെയ്ത് ഇങ്ങനെ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളേ അല്ല. ഒരു ദിവസം നേരത്തെ സമാധാനമായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ജനുവരി 5-ന് ഞങ്ങൾ അവിടെ കയറിയിട്ട് ഫെബ്രുവരി 19-നാണ് ഈ വെടിവെപ്പ് നടക്കുന്നത്. അതുവരെ അവര് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. ഈ ഭൂരാഗിത്വ പ്രശ്നം എല്ലാവരും സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമായിരുന്നു. അതുകൊണ്ട് അതിനെ ആളുകളെ സംഘടിപ്പിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. ഈ പ്രാഥമിക ആവശ്യം പോലും നിറവേറ്റാൻ നിവൃത്തിയില്ല, കക്കൂസില്ല. പാടവരമ്പത്ത് കക്കൂസ് പോകുന്നതിന് അവരുടെ ചീത്തയും തെറിയും കേൾക്കുന്നു. അപ്പൊ പിന്നെ ആളുകൾ എന്താ ചെയ്യാ? അപ്പൊ ഭൂമി എന്ന് പറയുമ്പോ ആളുകൾ ഒന്നും നോക്കൂല. കാരണം നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. എല്ലാവരും ചൂഷണം ചെയ്ത് അവശേഷിക്കുന്ന ചണ്ടിയായ ശരീരം മാത്രമേ നമുക്കുള്ളൂ. അത് മരിച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്യാൻ 6 അടി മണ്ണും നമുക്കില്ല. നമ്മൾ പിന്നെ ആരെയും അങ്ങനെ പേടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ശരിക്കും നമുക്ക് അങ്ങനെ ഒരു നിവൃത്തികേടിന്റെ ബക്കത്താണ് ഈ ആളുകൾ നിൽക്കുന്നത്. അപ്പൊ ഈ ആളുകൾ ഭൂസമരത്തിലേക്ക് ഇറങ്ങും. ഇപ്പോഴും ആളുകൾ ഭൂസമരത്തിലേക്ക് ഇറങ്ങും. ഇപ്പോ നമ്മളൊക്കെ കുറച്ചിങ്ങനെ ലൈവായിട്ട് വന്ന് കാര്യങ്ങൾ ചെയ്താൽ വീണ്ടും ആ പഴയ അവസ്ഥയിലേക്കുള്ള ഭൂസമരത്തിലേക്ക് വരാൻ പറ്റും. ഓരോ കോളനിയിൽ പോയി നോക്കിയാൽ നമുക്കറിയാം. നമുക്ക് തന്നെ പോയാൽ അവിടെ ഒരു 5-10 മിനിറ്റ് നേരം നിൽക്കാനാവുന്നില്ല. നമുക്ക് തന്നെ നിൽക്കാനാവുന്നില്ല. അപ്പൊ അവിടെയുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനത്തെ ഒരു ഭീകര അന്തരീക്ഷമാണ് ശരിക്കും ഉള്ളത്. അപ്പോ ഭൂസമരം, ഭൂമിക്ക് വേണ്ടി നമ്മൾ സമരം നടത്തണമെന്ന് പറഞ്ഞ് എല്ലാ ആളുകളും തയ്യാറായി വന്നു. ഞങ്ങൾ അതിന് ഒരുപാട് സമയമൊന്നും എടുത്തിട്ടില്ല. എല്ലാ കോളനികളിലും പോയി ആളുകളെ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ സംസാരിച്ചു. ഭൂസമരാണ് നടത്താൻ പോകുന്നത്, പോലീസ് വരും, കേസുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് തന്നെ ആളുകൾ വന്നത്. എല്ലാവർക്കും അറിയാം പോലീസ് വരും, കേസുണ്ടാവും. അപ്പൊ പോലീസ് വന്നിട്ട് നമ്മളെ മൊത്തം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോട്ടെ, പോലീസ് വരും, അറസ്റ്റ് ഉണ്ടാവും, എല്ലാവരും അറസ്റ്റ് വരിക്കണം എന്നാണ് ആളുകളോട് മൊത്തം പറഞ്ഞിരിക്കുന്നത്. ആളുകൾ അറസ്റ്റ് വരിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അതിനു പകരം പോലീസിന്റെ ഈ ഭീകരമായിട്ടുള്ള അടിയാണ് ഉണ്ടാവുന്നത്. അടിയും വെടിവെപ്പുമാണ് വരുന്നത്. അത് പ്രതീക്ഷിച്ചതല്ല. അവര് വരും, നമ്മളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, ഞങ്ങൾ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ തയ്യാറായിട്ട് നിന്നു. അപ്പൊ ഓരോ ആളുകളോടും നമ്മൾ പറയും, നിങ്ങൾ കുടിൽ വെച്ചിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ നിന്നോളൂ, അവിടെ പോലീസ് വരട്ടെ, അറസ്റ്റ് ചെയ്യട്ടെ, നിങ്ങൾ കൊണ്ടുപോകും, ആ കൂട്ടത്തിൽ പോകണം. അങ്ങനെയാണ് തയ്യാറായി എല്ലാവരും നിൽക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ചതിന് വിപരീതമായിട്ടാണ് അവിടെ സംഭവം വരുന്നത്. അത് ആദിവാസികളായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്തരം ഒരു നിലപാട് വന്നത്. വേറെ ആര് സമരം നടത്തിയായിരുന്നെങ്കിലും ഇങ്ങനെയുള്ള ഒരു നിലപാടിലേക്ക് വരില്ല. ചർച്ചയെ നടന്നിട്ടില്ല അവിടെ. ഇപ്പോ നമ്മളെല്ലാം ആജീവനാന്തം സമരം ചെയ്ത് ഇങ്ങനെ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളേ അല്ല. ഒരു ദിവസം നേരത്തെ സമാധാനമായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാ. ഇപ്പോ ഇതിന്റെ പേരിൽ ഒരു ചർച്ച വന്നിട്ട് ആ ചർച്ചയ്ക്ക് നമ്മൾ പോകാതിരുന്നിട്ടുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ.
അവര് വന്ന് ഇന്ന ദിവസം ചർച്ചയുണ്ട്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് അത്ര ദിവസം ഞങ്ങൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ വിളിച്ചിട്ടില്ല. അവര് ജനുവരി 5-ന് ഞങ്ങൾ അവിടെ കയറിയിട്ട് ഫെബ്രുവരി 19-നാണ് ഈ വെടിവെപ്പ് നടക്കുന്നത്. അതുവരെ അവര് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. ഇപ്പോ അത് ഈ സാധാരണ ഒരു സമരം ചെയ്യുമ്പോൾ നടത്തുന്ന ഒരു കീഴ്വഴക്കവും ഈ മുത്തങ്ങ സമരത്തിൽ അവർ പാലിച്ചിട്ടില്ല. എന്നിട്ട് അവര് തന്നെ സ്വന്തമായിട്ട് പറഞ്ഞുണ്ടാക്കുന്നു, ഞങ്ങള് അവര് വിളിച്ചാൽ പോവില്ല, ഇവര് വിളിച്ചാൽ പോവില്ല. അതൊക്കെ അവര് സ്വയം ഉണ്ടാക്കുന്നതാ. നമ്മൾ ആര് വിളിച്ചാലും പോവും, ആര് വിളിച്ചാലും ചർച്ച ചെയ്യും. നമുക്ക് പ്രശ്നം പരിഹരിക്കണം. ഈ പ്രശ്നം എങ്ങനെ നീണ്ടു നിൽക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. ഇപ്പോ പൊളിറ്റിക്കൽ പാർട്ടികൾക്കൊക്കെ എപ്പോഴും പ്രശ്നം ഉണ്ടായ ആൾക്കൂട്ടം ഉണ്ടാവണം അവരുടെ പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ. നമുക്ക് അങ്ങനെ ആഗ്രഹമില്ലല്ലോ. നമുക്ക് ഇവരുടെ ജീവിത പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത്. അത് 1 മണിക്കൂറെങ്കിലും 1 മണിക്കൂർ മുമ്പ് ചെയ്യുമെങ്കിൽ അത്രയും സന്തോഷം. അത് ഇപ്പോ ഓർത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മളൊക്കെ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത് നമ്മളിപ്പോ കാണുകയാണ് ശരിക്കും. അത് അങ്ങനെ ഓർത്തെടുക്കേണ്ട. നമ്മളൊക്കെ മരിച്ചാലും അത് മറന്നു പോവില്ല. നമ്മുടെ ആത്മാവ് പോലും അതിങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവും ശരിക്കും. കാരണം നമ്മളൊന്നും പ്രതീക്ഷിക്കുന്ന സംഭവം അല്ലല്ലോ അവിടെ നടന്നത്. അപ്പോ അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് നമ്മൾ തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ഇപ്പോ ഒരു സമരം ചെയ്യുമ്പോൾ അറസ്റ്റ് ഉണ്ടാവും, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ ആളുകൾക്കും അറിയാം. അറസ്റ്റ് വരുമ്പോൾ നമ്മൾ അറസ്റ്റ് വരിക്കും, ജയിലിൽ കൊണ്ടുപോയാൽ നമ്മൾ ജയിലിലേക്ക് പോകണം. അത് കഴിഞ്ഞ് ജാമ്യം ഇറങ്ങും, കേസ് നടത്തും. അത് സാധാരണ നടക്കുന്നത്. അത് തന്നെ അവിടെ നടക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവിടെ ഈ പോലീസിന്റെയും ഈ പോലീസും ഫോറസ്റ്റുകാരും നാട്ടുകാരും എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയിട്ടാണ് ഈ ആദിവാസികളെ ആക്രമിച്ചത്. അത് 1-2 വീഡിയോ വിസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് നാട്ടുകാരായിട്ട് ആളുകൾ വലിയ കുറുപടിയൊക്കെ എടുത്തിട്ട് ഓരോരുത്തരെ പോയി തല്ലുന്നതൊക്കെ. ഓരോരുത്തരൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വെച്ച ആ കാലമൊക്കെ, ആ ഭക്ഷണക്കാലം അപ്പാടെ എടുത്ത് എറിയ. അതൊക്കെ മനുഷ്യർ ചെയ്യുന്നതാണോ അങ്ങനത്തെ പണിയൊക്കെ? ചവിട്ടി പൊട്ടിക്കുക കലം. എന്നിട്ട് അവിടെയുള്ള ആ മുഴുവൻ ഷെഡിനും തീയിടുക. ഇപ്പോ അവിടെ ഈ പോലീസുകാര്, നമുക്കറിയാം, അവിടെ ഈ ഷെഡ് കെട്ടുന്നതിന് വേണ്ടി മേയാൻ പുല്ല് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കാട്ടുപുല്ലുണ്ട്. അത് മുറിച്ച് ഉണക്കി കറ്റ കെട്ടിയിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുമായിരുന്നു ഷെഡ് മേയാൻ വേണ്ടി. അപ്പോ ഈ ഷെഡ് മേയാൻ വേണ്ടി അവിടെ അംഗൻവാടി, ഈ കുറെ കുടുംബങ്ങൾ ഉണ്ടായിരുന്നല്ലോ അവിടെ. അതുകൊണ്ട് ഒരു 3 അംഗൻവാടി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളുണ്ടായിരുന്നു. ആ അംഗൻവാടിയുടെ അടുത്താണ് ഈ പുല്ലിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. ഓരോരുത്തർ ഷെഡ് കെട്ടിക്കഴിയുമ്പോൾ കൊണ്ട് മേയാൻ വേണ്ടി. ഈ പോലീസുകാർ വന്നപാടെ ഇതിനാണ് തീയിടുന്നത്. അപ്പോ അംഗൻവാടിയിൽ കുട്ടികളുണ്ടായിരുന്നു. കുട്ടികൾ മൊത്തം ഇങ്ങനെ ഉറക്കെ കരഞ്ഞു. തീ ഇങ്ങനെ ആളി കത്തി ചൂടടിച്ചപ്പോ കുട്ടികൾ കരയുമ്പോ അച്ഛനമ്മമാര് കുട്ടികളെ അടക്കാൻ ബാലവാടിയിലേക്ക് ഓടി വന്നു, ഈ കുട്ടികൾ കരയുന്ന കണ്ടപ്പോ. എന്നിട്ട് അവര് പോലീസിനെ തല്ലാൻ വന്നു പറഞ്ഞുകൊണ്ടാണ് ഇവരെ തല്ലുന്നത്. അങ്ങനെയാണ് ശരിക്കും അവിടെ തല്ല് നടക്കുന്നത്. ആദിവാസികളാരും പോലീസിനെ തല്ലാൻ വേണ്ടി ഓടി വന്നതല്ല. കുഞ്ഞുങ്ങളെ കരഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. അവരെയാണ് ഇങ്ങനെ ഭീകരമായിട്ട് മർദ്ദിച്ച്, കുട്ടികളോ വയസ്സന്മാരോ അമ്മമാരോ സ്ത്രീകളോ ഒന്നും നോക്കാതെ പോലീസിന്റെ. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു പോലീസിന്റെ ഒരു ആക്രമണ രീതിയിൽ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ക്രിമിനലുകളും ഗുണ്ടകളും ഉള്ളത് പോലീസ് ഡിപ്പാർട്ട്മെന്റില. മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത, അവര് മനുഷ്യരോ മൃഗത്തിനോടോ ഒന്നും ഉപമിക്കാൻ പറ്റാത്ത ആളുകളാണ്. അങ്ങനെയുള്ള ഒരു ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് ആ മുത്തങ്ങ സമരത്തിലൂടെയാണ് ശരിക്കും എനിക്ക് മനസ്സിലായത്. ഞാനൊക്കെ കാക്കിയിട്ടാലും ഇവർക്കുള്ളിൽ ഒരു മനുഷ്യൻ ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ കാക്കിക്കുള്ളിലും മനുഷ്യനേ ഇല്ല എന്നുള്ളത് ഈ മുത്തങ്ങ സമരത്തിലാണ് എനിക്ക്. അത് ഞാൻ പഠിച്ചതും വായിച്ചതല്ല, എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയതാണ്. ആ സംഭവത്തിലൂടെ വളരെ ഭീകരമായിട്ടുള്ളൊരു ഇടപെടലായിരുന്നു ശരിക്കും. അത് കോളനികളിലൊക്കെ കയറിയിട്ട് എന്ത് തോന്നിയാസപരമായിട്ടുള്ള ഇടപെടലാണ് ഇവർ നടത്തുന്നത്. കോളനി പോയിട്ട് അവിടെയുള്ള ബിസിലടിച്ച് ഓടിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളെ മൊത്തം ഓടിച്ചിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്ന
എന്തൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷം. അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലത്തെ ഒരവസ്ഥയാണ്. അതെന്താണെന്ന് നമുക്കറിയില്ല. അവിടെ വെടിവെക്കേണ്ട യാതൊരു ആവശ്യമില്ല, അവിടെ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. തികച്ചും ജനാധിപത്യപരമായിട്ട് നമ്മൾ സമരം നടത്തിയത്. അവർക്ക് അറസ്റ്റ് ചെയ്യാൻ നമ്മളെല്ലാരും അറസ്റ്റ് കൊടുക്കും. ഒരാളും അറസ്റ്റിനൊന്നും എതിർക്കില്ല നമ്മൾ. അത് ചെയ്താൽ മതി അവർക്ക്. പക്ഷെ ഇവര് മുൻകൂട്ടി എന്തോ പദ്ധതി പ്ലാൻ ചെയ്തിട്ടാണ് ശരിക്കും വന്നത്. എനിക്ക് തോന്നുന്നു അവിടുന്ന് ഒരുപാട് ആദിവാസികളെ അവിടെ തന്നെ വെച്ച് ഇല്ലാതാക്കുക എന്നുള്ള പ്ലാനിങ് അവർക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഫോറസ്റ്റുകാരെ തടഞ്ഞു വെച്ചത് എന്താന്ന് ചോദിച്ചാല്, ഫോറസ്റ്റുകാരെ അവിടെ കൊണ്ട് തീയിട്ടു. ഇപ്പൊ ഞങ്ങളാണല്ലോ അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഈ ആയിട്ട് കുഞ്ഞുങ്ങളും കുടുംബമൊക്കെ ആയിട്ടാണല്ലോ ആളുകൾ താമസിക്കുന്നത്. അവിടെ ഫോറസ്റ്റുകാർ വന്നിട്ട് ഒരു ജീപ്പില്, ആ ജീപ്പൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ജീപ്പിനകത്ത് ആനപ്പിണ്ടം ശേഖരിച്ചിട്ട് ആനപ്പിണ്ടത്തിലേക്ക് കന്നാസിലുള്ള പെട്രോൾ ഒഴിച്ചിട്ട് അതിലേക്ക് തീയിട്ടിട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ട് പോവുമായിരുന്നു അവര്. അത് കണ്ടിട്ടാണ് നമ്മുടെ ആളുകൾ അവരെ തടഞ്ഞു വെച്ചത്, ഈ ഫോറസ്റ്റുകാരെ. അങ്ങനെ തടഞ്ഞു വെച്ചിട്ട് ഇപ്പൊ ഞങ്ങൾ അവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങളാണ് ഇത് തീയിട്ടേന്നല്ലേ വരുത്തി തീർക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ പ്രതികളെ ഗവൺമെന്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ തടഞ്ഞു വെച്ചത്. അവിടെ അവര് മീഡിയക്കാരും ഗവൺമെന്റിന്റെ ആളുകളും വരുമ്പോ ഇവര് വിട്ടുതരാന്ന് പറഞ്ഞിട്ടാണല്ലോ അവിടെ തടഞ്ഞു വെച്ചത്. അവര് അങ്ങനെയാ തടഞ്ഞു വെച്ചത്. ഇല്ലെങ്കിൽ അത് മൊത്തം ഞങ്ങൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസും നമുക്കെതിരെയല്ലേ വരിക. അല്ലെങ്കിലും അതിനെതിരെയുള്ള കേസൊക്കെ ഞങ്ങൾക്കെതിരെ എടുത്തു. അത് പക്ഷെ ഫോറസ്റ്റ് അല്ല എന്നുള്ള പിന്നെ ഗവൺമെന്റിന്റെ ഓർഡർ കണ്ടപ്പോൾ തന്നെ മൊത്തം കേസും തള്ളിപ്പോവുക ചെയ്തേ. 600 ആളുടെ പേരിലെ കേസും തള്ളിപ്പോവുക ചെയ്തേ.